കരിമണൽ കമ്പനിയായ CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ബാങ്ക് ലോക്കറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ശാഖയിലുള്ള ലോക്കറിലാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക ED അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് EDയുടെ ഈ പെട്ടെന്നുള്ള നീക്കം. CMRL കമ്പനിയിൽ നിന്നും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയിലേക്ക് കൈമാറിയ 2.78 കോടി രൂപയുടെ വിനിയോഗം സംബന്ധിച്ചാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഈ പണമിടപാടുകൾ എന്തിനുവേണ്ടിയായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകുവാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. IT സേവനങ്ങൾ നൽകിയതിനാണ് പണം ലഭിച്ചതെന്ന വീണയുടെ വാദത്തിൽ തൃപ്തികരമായ രേഖകൾ സമർപ്പിക്കുവാൻ കഴിയാതെ വന്നതോടെയാണ് ബാങ്ക് ലോക്കറുകൾ കൂടി പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതേ ബാങ്കിൽ വീണയുടെ പേരിൽ ലോക്കറുണ്ടെന്ന് വ്യക്തമായത്. വിവാദ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ED മരവിപ്പിച്ചിട്ടുള്ളത്. ലോക്കർ പരിശോധനയിലൂടെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക രേഖകളോ വിവരങ്ങളോ കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുമെന്നും സൂചനയുണ്ട്.